അമ്മണിയുടെ പൊട്ടടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മണി വരുന്നവരെ ഡിസൈനിങ് ഒക്കെ നടക്കും. മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റിയ ആളുടെ ബ്ലഷ് കണ്ടപ്പോൾ. അപ്പൊ നമുക്ക് കാർത്തികയുടെ മേക്ക് ഓവർ ലുക്കിലേക്ക് പോകാം. ഞാൻ ഗായത്രി നറോഡ് പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. എനിവേ ഐ വിൽ മേക്ക് എ ട്രൈ. ശരിയായില്ലെങ്കിൽ നമ്മളെ നോർമലി ഉള്ള രീതിയിലുള്ള ഓപ്പൺ ഹെയർ സ്റ്റൈൽസിലേക്ക് തന്നെ പോകും. ടൈപ്പ് മേക്കപ്പ് ആണ് വേണ്ടത്. സിമ്പിൾ ആയിരിക്കണം. ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് വേണ്ട. വലിയ കണ്ണായോണ്ട് നന്നായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ടുള്ള ഒരു മേക്കപ്പ് വേണം. പിന്നെ വേറെ എന്തുണ്ട്? ഹെയർ സ്റ്റൈൽ ഒരുപാട് പഫി ആക്കാണ്ട് ഉണ്ടായിരിക്കണം ഓവറോൾ. സൈഡിലാണ് നമ്മൾ ഇന്നലെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ആക്സസറി വെച്ചേക്കുന്നത്. എന്നിട്ടത് ഫ്രണ്ടിൽ നിന്നും ഒരു വ്യൂ ഉള്ള രീതിയിലാണ് അത് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ദുപ്പട്ടയും കൂടെ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർത്തിക ഇന്നലത്തെ മേക്കപ്പ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇരുന്നോ? എല്ലാം ഓക്കെ ആയിരുന്നോ? നല്ലതായിരുന്നു. ഓക്കെ. സ്റ്റിക്കിനെസ് മനസ്സിലാവാണ്ട് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടം. അമ്മണിയുടെ പൊട്ടടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. അമ്മണി വരുന്നവരെ ഡിസൈനിങ് ഒക്കെ നടക്കും. ഇപ്പോൾ ഒരുപാട് ബ്രൈഡ്സിന് ഒത്തിരി പ്രിയപ്പെട്ടതാണ് ഈ കളറിൽ ഒരു സാരി കോമ്പിനേഷൻ, ഗോൾഡൻ ആൻഡ് റെഡ്. ഒരുപാട് ബ്രൈഡ്സിന് വന്നു, പക്ഷെ എപ്പോഴും പുതുമ നഷ്ടപ്പെടാതെ തന്നെ അതിൻ്റെ ഭംഗി നിലനിന്ന് തന്നെ പോവുകയാണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു ട്രെൻഡ് വന്നിട്ട് ഈ സാരിയിൽ വന്നിട്ടും ഇതിൽ ബ്ലൗസിൽ ഹെവി വർക്ക് ചെയ്ത്, ചില ബ്രൈഡ്സ് ഹെവി വർക്ക് അല്ലാതെയും ചെയ്യാറുണ്ട് ഈ കോമ്പിനേഷനിൽ. പക്ഷേ ഇത് നല്ല ഹെവി വർക്ക് കൊടുത്ത് റെഡിൻ്റെ കോമ്പിനേഷൻ, റെഡ് ആൻഡ് ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ ഐ മേക്കപ്പിലും ഞങ്ങൾ റെഡ് ആൻഡ് ഗോൾഡൻ കളറിലെ കോമ്പിനേഷനിൽ തന്നെ ഐ മേക്കപ്പ് ചെയ്തു. അതിനുശേഷം സാരി ഡ്രേപ്പ് ചെയ്തത് നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് സാരിയും ഡ്രേപ്പ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് സാരിയും ഡ്രേപ്പ് ചെയ്തു. മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റിയ ആളുടെ ബ്ലഷ് കണ്ടപ്പോൾ, ബിക്കോസ് ഷീ ലൈക്ഡ് എന്നുള്ളത്. അനദർ ഹാപ്പി തനിമ ബ്രൈഡിന് ഐ ക്യാൻ പ്രൗഡ്ലി സേ. ലോട്ടസ് സ്ഥിരം ബൗൾ താമര, വലിയ താമരയാണ് എല്ലാവരും വെക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ പെറ്റൽസ് മാത്രം എടുത്ത് കെട്ടിയിട്ടാണ് വെച്ചത്. അപ്പോൾ അത് അത്രയും ബാക്കിൽ നിന്നൊന്നും അത്രയും ലൗഡായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കില്ല. എന്നാൽ ഫ്രണ്ടിൽ നിന്ന് ആ പിങ്ക് കളർ കാണാൻ പറ്റും. അത് ബ്രൈഡിന്റെ ആഗ്രഹമായിരുന്നു, അതിനനുസരിച്ച് നടക്കുകയും ചെയ്തില്ല. പിന്നെ പൊട്ടൊക്കെ ഞങ്ങൾ ചെറിയ രീതിക്കൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തു. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ട് ഈ ലുക്ക് എന്ന്. So until the next video, bye from Team Tanima Beauty Launch. Good day to all my viewers. Don't forget to comment.